ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റഗ്രേഷൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ദ വാല്യൂ ഓഫ് ദ ഇന്റഗ്രൽ 0 to π/4 x dx ഡിവൈഡ് ബൈ sin raised to 4 2x plus cos raised to 4 2x dx ഈക്വൽ ടു. എടാ, ഈ ക്വസ്റ്റ്യൻ വളരെ 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് അറ്റ് പ്രസന്റ് ഈ ക്വസ്റ്റ്യൻ വളരെ ലെങ്തി ആയ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ആ ക്വസ്റ്റ്യനിൽ തന്നെ കുറേ സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. ആ സ്റ്റെപ്പുകളിൽ ഒരുപാട് പുതിയ ഇന്റഗ്രൽ വാല്യൂസ് വരുന്നുണ്ട്. അതായത് ഏകദേശം ഒരുപാട് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും പുതിയ ഇന്റഗ്രേഷൻ ഇങ്ങനെ കടന്നു വരും. സോ ആ ഇന്റഗ്രേഷനൊക്കെ ചെയ്യുന്ന മെത്തേഡ് കൂടി നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്നത് കൊണ്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ശരിക്ക് ഒരു 3-4 ക്വസ്റ്റ്യൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് തരും. ഓക്കെ, സോ വൃത്തിയായിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ എന്താ? ഇന്റഗ്രൽ 0 to π/4 x dx ഡിവൈഡ് ബൈ sin raised to 4 2x plus cos raised to 4 2x. അല്ലെ, ആദ്യം എടാ ഈ 2x ഒക്കെ ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ sin raised to 4 2x plus cos raised to 4 2x എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയാൻ, അല്ലെ. അപ്പൊ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ 2x t എന്ന് വിളിച്ചിട്ട് മാറ്റാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? പുട്ട് 2x ഈക്വൽ ടു t. അപ്പൊ എന്താ ഇവിടെ 2 dx ഈക്വൽ ഡീറ്റെയിൽ വരിക നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇന്റഗ്രൽ ഓഫ് x dx ആരെ വരിക? നമ്മളെ ന്യൂമറേറ്റർ x dx അല്ലേ? അവിടെ x ആരവിടെ? t/2 അല്ലേ വരിക? സോ x is t/2. ഞാൻ 2 പുറത്തേക്ക് എടുത്തു. ദെൻ dx ആരെ വരിക? 2 dx dt അല്ലടാ. അപ്പൊ dx ആരാ? dt/2 അല്ലേ? ആ 2 ഞാൻ പുറത്തേക്ക് എടുത്തു. ഇതൊന്നും ഓക്കെ. ഡിവൈഡ് ബൈ sin raised to 4 2x അല്ലേ? 2x ആരവിടെ? t അല്ലേ? സോ sin raised to 4 t പ്ലസ് cos raised to 4 2x അല്ലേ? അതാരവിടെ? t ആണ്. അപ്പൊ ഒന്ന് വൃത്തിയായി അല്ലെ? ഇന്റഗ്രൽ t dt ഡിവൈഡ് ബൈ sin raised to 4t പ്ലസ് cos raised to 4t. ഇനി ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ആരാ? ഈ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഇതേപോലെ നിങ്ങൾ കോപ്പി അടിച്ചാൽ അത് തെറ്റിപ്പോകും. കാരണം ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും മാറിപ്പോകും, അല്ലെ? എന്തുകൊണ്ടാ? ഇത് dx അല്ലേ? dx ആകുമ്പോൾ ഇത് എക്സും ഇതും എക്സ് അല്ലേ? അല്ലെ, അവിടെ നമ്മൾ എഴുതുന്നില്ല എന്നുള്ളൂ. പക്ഷെ എന്താണ്? അത് x ഈക്വൽ 0 to x ഈക്വൽ π/4 ആണ്. പക്ഷെ ഇവിടെ ഡി ടി ആയി മാറിയില്ല. ഇത് ഡി ടി അല്ലടാ. ആ ഡി ടി ആകുമ്പോൾ ഇത് ടിയും ഇതും ടി ആവണ്ടേ, അല്ലെ? അതായത് സിമ്പിൾ ഐഡിയ മക്കളെ. ഇത് ഡി എക്സ് ആകുമ്പോൾ ഇത് എക്സ് ആണ്, ഇത് എക്സ് ആണ്. അപ്പൊ ഇത് ഡി ടി ആകുമ്പോൾ ഇത് ടി ആവണം, ഇത് ടി ആവണം. എന്താ വരിക? എടാ എക്സ് 0 ആകുമ്പോൾ ടി എന്താ? ടി 2x അല്ലേ? അപ്പൊ എക്സ് 0 ആകുമ്പോൾ 2 × 0 അല്ലേ? എന്താ വരിക? 0 തന്നെയാണ്, അല്ലെ? ഇനി ഇവിടെ x π/4 അല്ലേ? അവിടെ x π/4 ആകുമ്പോൾ ടി എന്താ? 2 × π/4 അല്ലേ? 2 × π/4 എന്താ? π/2 ആണ്. സോ അങ്ങനെ എന്താക്കണം? ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും മാറ്റുക കൂടി ചെയ്യണം. ഓക്കെ, വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഇനി നോക്കുക, ഇതാ 1/4 ഇൻറ്റു ഇന്റഗ്രൽ 0 to π/2 t dt ഡിവൈഡ് ബൈ sin raised to 4t പ്ലസ് cos raised to 4t നമുക്ക് കാണും. ഇനി ഞാൻ ഇതാ ഇയാളെ മാത്രം എടുക്കാണ്. എന്നിട്ട് ബാക്കി അവസാനം 1/4 കൊടുത്താൽ മതിയല്ലോ, അല്ലെ? ഇയാളുടെ ഇന്റഗ്രേഷൻ വാല്യൂ കണ്ടുപിടിച്ച് എന്ത് ചെയ്യുക? അവസാനം 1/4 കൊടുക്കുക. സോ ആ ഇന്റഗ്രൽ വാല്യൂ എന്താ? ഇന്റഗ്രൽ ഓഫ് 0 to π/2 അല്ലെ? t dt ഡിവൈഡ് ബൈ sin raised to 4t പ്ലസ് cos raised to 4t ആണ്. എടാ ഇങ്ങനെ ടി എക്സ് വൈ അങ്ങനെയുള്ള ആൾക്കാർക്ക് മുകളിൽ വന്നാൽ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് വരുന്ന പ്രോപ്പർട്ടി ആണെന്ത്? കിങ്സ് പ്രോപ്പർട്ടി എന്ന് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. അതിനെ ഞാൻ വിളിക്കുന്ന പ്രോപ്പർട്ടിയാണ് ലെക്സ് പ്രോപ്പർട്ടി, അല്ലേ? അപ്പൊ എൻ്റെ ക്ലാസ്സിൽ ഇരുന്ന ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും. ലെക്സ് പ്രോപ്പർട്ടി എന്ന ലെക്സ് പ്രോപ്പർട്ടി ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് അല്ലേ? എടാ ഇങ്ങനെ നോക്ക്. ഇന്റഗ്രൽ a to b f of x dx എന്താ? ഇന്റഗ്രൽ a to b f of എക്സിന് പകരം ആര് എഴുതടാ? a പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ് എഴുതാലോ. അങ്ങനെ എഴുതാ. ആ വാല്യൂന് മാറ്റം വരൂല. നിങ്ങൾ പഠിച്ചാൽ ഓൾറെഡി, അല്ലെ? അറിയുന്ന കാര്യമാണ്. അപ്പൊ എന്താ? ഇന്റഗ്രൽ a to b f of x dx ഈക്വൽ ഇന്റഗ്രൽ a to b f of a പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ് ആ. ഇതിന്റെ അർത്ഥം എന്താടാ?
എക്സിന് പകരം എനിക്ക് എന്ത് എഴുതാം, ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് മൈനസ് എക്സ്, അതല്ല എക്സ് ലോവർ പ്ലസ് അപ്പർ മൈനസ് എക്സ് അല്ലേ. അപ്പോൾ ഈ ഇവിടെ എക്സ് അല്ലല്ലോ, അവിടെ ടി അല്ലേ. അപ്പോൾ ടിക്ക് പകരം എന്ത് ചെയ്താം, ലോവർ പ്ലസ് അപ്പർ മൈനസ് എക്സ് അല്ലേ, മൈനസ് എക്സ് അല്ലേ, അവിടെ ടി ആണ്. അപ്പോൾ എന്താ 0 പ്ലസ് പൈ ബൈ ടു മൈനസ് ടി, പൈ ബൈ ടു മൈനസ് ടി അല്ലേ. എന്ത് ചെയ്താം, ഇതിന് ഐ എന്ന് വിളിച്ചാൽ ഐ ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു പൈ ബൈ ടു, ടിക്ക് പകരം എന്ത് ചെയ്താം, ലോവർ പ്ലസ് അപ്പർ മൈനസ് ടി. അപ്പോൾ എന്താ പൈ ബൈ ടു മൈനസ് ടി ഡി ടി ഡിവൈഡ് ബൈ സൈൻ റേസ് ടു 4, ടിക്ക് പകരം പൈ ബൈ ടു മൈനസ് ടി പ്ലസ് കോസ് റേസ് ടു 4, ടിക്ക് പകരം പൈ ബൈ ടു മൈനസ് ടി എന്ന് എഴുതാം, പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ എന്താ മാറി, ഐ ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു പൈ ബൈ ടു പൈ ബൈ ടു മൈനസ് ടി ഡി ടി ഡിവൈഡ് ബൈ സൈൻ റേസ് ടു 4 പൈ ബൈ ടു മൈനസ് ടി, എന്താ സൈൻ പൈ ബൈ ടു മൈനസ് ടി കോസ് ടി അല്ലേ. അതുപോലെ കോസ് പൈ ബൈ ടു മൈനസ് ടി സൈൻ ടി അല്ലേ. എന്താ കോസ് പൈ ബൈ ടു മൈനസ് ടി സൈൻ ടി ആണ്. അപ്പോൾ സൈൻ റേസ് 4t പ്ലസ് സൈൻ പൈ ബൈ ടു മൈനസ് ടി കോസ് ടി ആണ്. അപ്പോൾ എന്താ കോസ് റേസ് 4t ആയി മാറി അല്ലേ. ഇതിന് ഞാൻ ഐ ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു പൈ ബൈ ടു, രണ്ട് ഇന്റഗ്രൽസ് ആക്കി എഴുതാം. അതായത് ഒന്ന് പൈ ബൈ ടു ഡി ടി ഡിവൈഡ് ബൈ ദിസ് വൺ, മറ്റേതോ മൈനസ് ടി ഡി ടി ഡിവൈഡ് ബൈ ദിസ് വൺ, അങ്ങനെ എഴുതാലോ, പ്രശ്നമില്ലല്ലോ. അപ്പോൾ എന്തായി, പൈ ബൈ ടു ഡി ടി ഡിവൈഡ് ബൈ സൈൻ റേസ് ടു 4t പ്ലസ് കോസ് റേസ് ടു 4t മൈനസ് ഇന്റഗ്രൽ 0 ടു പൈ ബൈ ടു ടി ഡി ടി ഡിവൈഡ് ബൈ സൈൻ റേസ് ടു 4t പ്ലസ് കോസ് റേസ് ടു 4t. ഇനി ഇവിടെ ഈ ആളാരാ, ഇന്റഗ്രൽ 0 ടു പൈ ബൈ ടു ടി ഡി ടി ഡിവൈഡ് ബൈ സൈൻ റേസ് ടു 4t പ്ലസ് കോസ് റേസ് ടു 4t അല്ലേ. എടാ അയാൾ തന്നെയല്ലേ ഇയാള്, അത് ഐ അല്ലേ. അപ്പോൾ ഇതാ ആരാ, ഐ ആണ് അല്ലേ. സോ ദാറ്റ് ടേം ഈസ് ഐ, ദിസ് വൺ ഈസ് ഐ അല്ലേ. ഇനി ഈ ഐനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ ഐ പ്ലസ് ഐ ആയില്ലേ. അപ്പം എന്താടാ 2i ആയില്ലേ അല്ലേ. ഐ പ്ലസ് ഐ ഈസ് 2i. അപ്പം എന്തായി 2i ഈക്വൽ ടു ഇന്റഗ്രൽ ഇതിനു മുമ്പേ ഈ പൈ ബൈ ടുവിനെ പുറത്തേക്ക് എടുക്കാലോ. പൈ ബൈ ടു പുറത്തുനിന്നാൽ പൈ ബൈ ടു ഇൻറ്റു ഇന്റഗ്രൽ 0 ടു പൈ ബൈ ടു എന്തായി, ഡി ടി ഡിവൈഡ് ബൈ സൈൻ റേസ് 4t പ്ലസ് കോസ് റേസ് 4t. ഇത്രയുമായി ഇവിടെയും കംപ്ലീറ്റ് ആയിട്ടില്ല, ആൻസർ കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരുപാട് സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിയും അല്ലെ. ഇനിയും ചെയ്യാണ്ട് എടാ ഇവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് ഇനി അടുത്ത എക്സാമിന് മേ ബി ഫുള്ളായിട്ട് ഇവിടുന്ന് ചോദിക്കൂല. ഓക്കെ, പകരം ഇവിടുന്ന് ചോദിക്കാം, ഇത് മാത്രം അല്ലെ. അപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യേണ്ട മെത്തേഡ് നമുക്കറിയാലോ ഈ പ്രോബ്ലം സോൾവ് ചെയ്താൽ. അല്ലെങ്കിൽ ഇവിടുന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ എല്ലാം ഒരേപോലുള്ള കാര്യങ്ങളാണ്, എല്ലാം ഒരേപോലെ. ഇനി ഇത് മാത്രം ചോദിക്കാം. അതായത് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ നിന്ന് വേറെ വേറെ ഇൻ്റഗ്രേഷനിലേക്ക് നമ്മൾ എത്തുകയാണ്. ഓക്കെ, അവസാനമാണ് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇൻ്റഗ്രേഷൻ്റെ കൺസെപ്റ്റാണ് കിട്ടാൻ പോകുന്നു. ഓക്കെ, അതുകൊണ്ടാണ് വൃത്തിയായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് നോക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ എന്തായി, ഇന്റഗ്രൽ ഡി ടി ഡിവൈഡ് ബൈ സൈൻ റേസ് ടു 4t പ്ലസ് കോസ് റേസ് ടു 4t അല്ലേ. അപ്പോൾ ഞാൻ ഇയാളെ മാത്രം എടുക്കുകയാണ്. അയാളുടെ വാല്യൂ കണ്ടുപിടിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ ആൻസർ ആവൂലേ. അപ്പോൾ എന്താ വരിക, ഇന്റഗ്രൽ ഓഫ് നോക്കുക, ഇന്റഗ്രൽ ഓഫ് 0 ടു പൈ ബൈ ടു ഡി ടി ഡിവൈഡ് ബൈ സൈൻ റേസ് ടു 4t പ്ലസ് കോസ് റേസ് ടു 4t. നമ്മൾ LMRPയിൽ ഒരുപാട് പ്രാവശ്യം ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ഇത് അല്ലെ. ഇന്റഗ്രൽ ഡി ടി ഡിവൈഡ് ബൈ സൈൻ റേസ് ടു 4t പ്ലസ് കോസ് റേസ് ടു 4t, സൈനും കോസും സ്ക്വയർ ആയിട്ടും റേസ് ടു 4 ഒക്കെ ആയിട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, കോസിന്റെ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യല ചെയ്യുക. അപ്പൊ എന്താ ഇവിടെ കോസ് റേസ് ടു 4 കൊണ്ട് മൊത്തമായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അതായത് എല്ലാത്തും എന്ത് ചെയ്യുക, കോസ് റേസ് ടു 4t കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോസ് റേസ് ടു 4t കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പം എന്തായി മാറി, ഇന്റഗ്രൽ 0 ടു പൈ ബൈ ടു 1 ബൈ കോസ് സ്ക്വയർ ടി കോസ് റേസ് 1 ബൈ കോസ് റേസ് 4t എന്താ, സീക്ക് റേസ് ടു 4t. സീക്ക് റേസ് ടു 4t സീക്ക് സ്ക്വയർ ടി ഇൻറ്റു സീക്ക് സ്ക്വയർ ടി ചെയ്താലോ, ഡി ടി ഡിവൈഡ് ബൈ സൈൻ റേസ് ടു 4t പ്ലസ് കോസ് ഡിവൈഡ് ബൈ കോസ് റേസ് ടു 4t എന്താ, ടാൻ റേസ് ടു 4t അല്ലേ, പ്ലസ് ഇതാരാ 1 ആണ് അല്ലേ. ദാറ്റ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു പൈ ബൈ ടു ഒരു സീക്ക് സ്ക്വയർ ടി. സീക്ക് സ്ക്വയർ ടി എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ടാൻ സ്ക്വയർ ടി അല്ലേ. ഒരു സീക്ക് സ്ക്വയർ ടിക്ക് പറഞ്ഞാൽ 1 പ്ലസ് ടാൻ സ്ക്വയർ ടി എഴുതി ഇൻറ്റു സീക്ക് സ്ക്വയർ ടി
dt ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ റേസ് ടു 40 അല്ലേ. ഇത് ഇന്റഗ്രേഷന്റെ വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേ മക്കളെ. അതായത് ഇത് മാത്രമായിട്ടും എക്സാമിന് ചോദിക്കാലോ. ഒരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നു ഇന്റഗ്രൽ 0 to π/2 ഇങ്ങനെ വന്നാൽ അതും നമുക്ക് ചെയ്യാൻ അറിയണ്ടേ. അത് ഇവിടെ പഠിക്കാം. ഇവിടെ എന്താ ചെയ്യാം എടാ, ഒരു ഫംഗ്ഷനും അയാൾ ഡെറിവേറ്റീവ് വന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താ? മെത്തേഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ. ഒന്ന് നോക്കാം, ടാൻ ടി ഇവിടെ ഉണ്ട്. ടാൻ ടി ഡെറിവേറ്റീവ് എന്താ? 6² അത് ഇവിടെ അല്ലേ. അങ്ങനെ എന്താ എന്ത് ചെയ്യാം നമ്മള്? ടാൻ ടിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കല്ലേ. ഞാൻ ടാൻ ടിയെ യു എന്ന് വിളിക്കാം. ഇനി രണ്ട് ഭാഗത്തും ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ടാൻ ടി എന്താ? 6² dt ഡെറിവേറ്റീവ് യു ഡി യു. അപ്പോൾ എന്താവും? ഇന്റഗ്രൽ ഓഫ് 1 പ്ലസ് ടാൻ² ടി ടാൻ ടി ആർ യു അല്ലേ. ടാൻ² ടി 1 പ്ലസ് യു സ്ക്വയർ c² ടി dt എന്താ? ഡി യു ഡിവൈഡ് ബൈ 1 പ്ലസ് യു റേസ് ടു 4 അല്ലേ അല്ലേ. സോ എന്താ? ഇന്റഗ്രൽ 1 പ്ലസ് യു സ്ക്വയർ ഡി യു ഡിവൈഡ് ബൈ 1 പ്ലസ് യു റേസ് ടു 4. ഇനി ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഇതേപോലെ എഴുതിയാൽ മതിയോ? പോരാ. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു ഇത് ഡി ടി ആയതുകൊണ്ട് ഇതാരാ? ടി ഈക്വൽ 0 മുതൽ ടി ഈക്വൽ π/2 വരെയാണ്. പക്ഷേ ഇവിടെ ടി ആണ്, യു അല്ലേ. അപ്പൊ ഇയാളെ എന്താക്കണം? യുവിന്റെ ടേമിൽ കൺവേർട്ട് ചെയ്യണ്ടേ. ഒന്ന് ആലോചിച്ച്, ടി 0 ആകുമ്പോൾ യു എന്താ? ടി 0 ആകുമ്പോൾ ടാൻ 0 അല്ലേ, 0. ടി π/2 ആകുമ്പോഴോ അത് ടാൻ π/2 അല്ലേ, ടെൻഡിങ് ടു ഇൻഫിനിറ്റി അല്ലേ. അപ്പൊ എന്തായി? ഇന്റഗ്രൽ 0 to ∞ 1 പ്ലസ് യു സ്ക്വയർ ഡി യു ഡിവൈഡ് ബൈ 1 പ്ലസ് യു റേസ് ടു 4 അല്ലേ. ഇത് വേറെ ക്വസ്റ്റ്യൻ ആയി മാറിയില്ലേ. ഇതും ചോദിക്കാലോ. ഇത് ഇന്റഗ്രേഷന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഇന്റഗ്രൽ ഓഫ്, അടുത്ത പേജ് എടുക്കുക, ഇന്റഗ്രൽ ഓഫ് 0 to π/2 1 പ്ലസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് യു റേസ് ടു 4 ഡി യു. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ സോൾവ് ചെയ്യുക? ഇന്റഗ്രൽ 0 to π/2 1 പ്ലസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് യു റേസ് ടു 4 എങ്ങനെ മക്കളെ സോൾവ് ചെയ്യുക? ഒന്നുമില്ല, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എല്ലാ ടേമിനെയും യു സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, എല്ലാ ടേമിനും എന്ത് ചെയ്യുക? യു സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പം എന്തായി? ഇന്റഗ്രൽ 0 to π/2 1 ബൈ യു സ്ക്വയർ ബൈ യു സ്ക്വയർ 1 അല്ലേ, ഡിവൈഡ് ബൈ യു റേസ് ടു 4 ബൈ യു സ്ക്വയർ എന്താ? യു സ്ക്വയർ പ്ലസ് 1 ബൈ യു സ്ക്വയർ ആയി അല്ലേ. 1 പ്ലസ് 1 ബൈ യു സ്ക്വയർ ഡിവൈഡ് ബൈ യു സ്ക്വയർ പ്ലസ് 1 ബൈ യു സ്ക്വയർ ഡി യു ആയി. ദാറ്റ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/2 1 ബൈ യു സ്ക്വയർ പ്ലസ് 1 ഡി യു ഡിവൈഡ് ബൈ. എടാ, ഇയാളെ എങ്ങനെയാക്കി മാറ്റാം? യു സ്ക്വയർ പ്ലസ് 1 ബൈ യു സ്ക്വയറിനെ എങ്ങനെയാക്കി മാറ്റാം? എടാ, ഇതേ യു മൈനസ് 1 ബൈ യു ഹോൾ സ്ക്വയർ പ്ലസ് 2 അല്ലേ. ഇത് ഓൾറെഡി നമ്മൾ LMR ഡിസ്കസ് ചെയ്ത അതേ കാര്യമാണ്. അതായത് യു സ്ക്വയർ പ്ലസ് 1 ബൈ യു സ്ക്വയർ വന്നാൽ നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റണം, നമുക്ക് അറിയണം. ഓക്കെ, സോ എന്താണ്? യു സ്ക്വയർ പ്ലസ് 1 ബൈ യു സ്ക്വയർ ആരാ? യു മൈനസ് 1 ബൈ യു ഹോൾ സ്ക്വയർ പ്ലസ് 2 ആണ്. ഇനി എന്ത് ചെയ്യാം? മെത്തേഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ. എടാ, ഇയാളുടെ ഡെറിവേറ്റീവ് അല്ലേ ഇയാള്. അപ്പോൾ ഒരു ഫംഗ്ഷനും അയാളുടെ ഡെറിവേറ്റീവ് വന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താ? മെത്തേഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ. അപ്പം എന്ത് ചെയ്യുക? ഇയാൾക്ക് ഞാൻ വേറെ എന്തെങ്കിലും പേര് വിളിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ആളാരാ? യു മൈനസ് 1 ബൈ യുവിനെ ഞാൻ സെഡ് എന്ന് വിളിച്ചു. ഈ രണ്ട് ഭാഗത്തും ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് യു 1 ആണ്, പ്ലസ് ഡെറിവേറ്റീവ് 1 ബൈ വി മൈനസ് 1 ബൈ യു സ്ക്വയർ ആണ്. സോ പ്ലസ് 1 ബൈ യു സ്ക്വയർ വരും. ഡി യു ഈക്വൽ ആരാ? ഡി എസ് ആണ്, ഡി സെഡ് ആണ്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാറും. ഇന്റഗ്രൽ ഓഫ് 1 ബൈ യു സ്ക്വയർ പ്ലസ് 1 ഡി യു എന്താ? ഇതല്ലേ, അതാരാ? ഡി സെഡ് ആണ്. ഡിവൈഡ് ബൈ യു മൈനസ് 1 ബൈ യു സെഡ് അല്ലേ, അപ്പോൾ സെഡ് സ്ക്വയർ. ആ 2 ഞാനേ √2 ഹോൾ സ്ക്വയർ ചെയ്താലോ അല്ലേ. പക്ഷേ എഗെയിൻ ആര് മാറി? അവിടെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും മാറൂലേ. കാരണം ഇതുവരെ ഡി യു ആയിരുന്നു, ഇപ്പം ആരായി? ഡി സെഡ് ആയി അല്ലേ. അപ്പൊ നോക്കുക, യു ഈക്വൾ 0 ആകുമ്പം സെഡ് എന്താ വരിക? അവിടെ യു ഈക്വൾ 0 ആകുമ്പോൾ സെഡ് 0 മൈനസ് 1 ബൈ 0 അല്ലേ, അത് 0 മൈനസ് ഇൻഫിനിറ്റി അല്ലേ വരിക. അപ്പൊ അത് നെഗറ്റീവ് ഇൻഫിനിറ്റി അല്ലേ. ഇതൊക്കെയാണ് കേട്ടോ കൺസെപ്റ്റ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് കൺസെപ്റ്റുകൾ അടങ്ങിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ആരാ? യു π/2 അല്ലേ. യു π/2 അല്ലേ മക്കളെ. യു π/2 ആകുമ്പോൾ സെഡ് എന്താ വരിക? π/2 അല്ലേ, സോറി π/2 അല്ലേ. ആ π/2 മാറിക്കണ്. ഇവിടെ എല്ലാം നമ്മുടെ ആള് മാറിയിട്ടുണ്ട്. π/2 അല്ലല്ലോ, ഇൻഫിനിറ്റി ആണ്. ഇത് ഇൻഫിനിറ്റി ആണ്. ഇയാളും ഇൻഫിനിറ്റി ആണ്, ഇയാളും ഇൻഫിനിറ്റി ആണ്. അയാൾ ഇൻഫിനിറ്റി ആയില്ല, കൊടുക്കുക. അപ്പൊ ഇൻഫിനിറ്റി കൊടുത്താലോ? ഇൻഫിനിറ്റി കൊടുത്താൽ ഇൻഫിനിറ്റി മൈനസ് 1 ബൈ ഇൻഫിനിറ്റി അല്ലേ വരിക. അവിടെ ഇൻഫിനിറ്റി മൈനസ് 0 അല്ലേ, എന്താ വരിക? ഇൻഫിനിറ്റി. അപ്പം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി.
അല്ലേ? സോ എന്താ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡി സെഡ് ഡിവൈഡ് ബൈ സെഡ് സ്ക്വയർ പ്ലസ് റൂട്ട് ഹോൾ സ്ക്വയർ. നമ്മൾ ആൻസറിലേക്ക് എത്തി. ഓക്കെ, അതായത് ഒരുപാട് ഇൻ്റഗ്രേഷൻ ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് നമ്മൾ എത്തിയത് അല്ലേ? ഇപ്പോൾ ഇത് ഏത് ഫോമുല? അതായത് ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോമുല അല്ലേ? അതെന്താ വരിക? 1/a tan ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി അല്ലേ വരിക? അപ്പോൾ എന്താ വരിക? 1/a എ ആരാ? √2 1/√2 tan ഇൻവേഴ്സ് എക്സ് ബൈ എ. എക്സ് ഇവിടെ z ആണ്, z/√2. ലോവർ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി, അപ്പർ ലിമിറ്റ് ആരാ? ഇൻഫിനിറ്റി. സോ 1/√2 ഇൻറ്റു ആദ്യം അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി അല്ലേ? ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി ഈസ് ടാൻ അപ്ലൈ ഇൻഫിനിറ്റി ആവുക π/2 അല്ലേ? മൈനസ് മൈനസ് ഇൻഫിനിറ്റി ടാൻ ഇൻവേഴ്സ് മൈനസ് ഇൻഫിനിറ്റി അല്ലേ? ടാൻ ഇൻവേഴ്സ് മൈനസ് ഇൻഫിനിറ്റി എന്താ? മൈനസ് π/2 അല്ലേ? അപ്പോൾ പ്ലസ് π/2 π/2 പ്ലസ് π/2 എന്താ? π/√2 എന്ന് വന്നു അല്ലേ? സോ അതിന്റെ ആൻസർ π/√2 വന്നു. അപ്പൊ ഏതിന്റെ ആൻസർ ആ π/√2 വന്നത്? ദാ ഈ റെഡിൽ കിടക്കുന്ന ആളുടെ ആൻസർ അല്ലേ π/√2 അല്ലേ? അപ്പൊ ഇത് ഞാൻ മാത്രം എടുക്കാം, ഇത് എടുക്കാണേ. അപ്പൊ 2i എന്തായി? 2i എന്തായി? π/2 ആദ്യം അവിടെ ഉണ്ട് ഇൻറ്റു π/√2 അല്ലേ? അപ്പൊ എന്താ വരിക? i ഈക്വൽ ടു π²/4√2 വന്നു. i കിട്ടി. i π²/4√2 കഴിഞ്ഞില്ല. i π²/4√2 ആണ്. i ആരവിടെ? i എന്ന് പറഞ്ഞാൽ ദാ ഇയാളല്ലേ? ഇയാളാരാ? π²/4√2. അപ്പൊ ടോട്ടൽ ആൻസർ എന്താ? 1/4 ഇൻറ്റു π²/4√2 അല്ലേ? അതാരാ വരിക? π²/16√2 അല്ലേ? അങ്ങനെ ഒരാൾ ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. റൂട്ട് മുകളിലാണ്. അപ്പൊ എന്ത് ചെയ്തു? റൂട്ട് കൊണ്ട് മുകളും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്താടാ? π²√2 ഡിവൈഡ് ബൈ 2. റൂട്ട് ഇൻറ്റു റൂട്ട് 2 ആണ്. 2 × 16 32 ആണ്. സോ √2 π²/32 ആണ് ആ ക്വസ്റ്റ്യൻ ആൻസർ. ഒരുപാട് ചെയ്യാണ്ട് ഇത് എക്സാം ഹാളിൽ നിന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ടഫ് തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരുപാട് കൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വൃത്തിയായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ അത്രയാണ് ആ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.